കാസർഗോഡ് ബേക്കലിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. 16-കാരന് ആൾക്കൂട്ട മർദ്ദനമേറ്റെന്ന പരാതി. മൗൽ സ്വദേശി റമീസിനാണ് പരിക്കേറ്റത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, ഈ ദൃശ്യങ്ങൾ തന്നെ അവിശ്വസനീയമാണ്. ഒരു 16-കാരന് ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആൾക്കൂട്ടം ഒന്നടക്കം ആ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, ഇന്നലെ വൈകിട്ടോടെ ഏകദേശം 9:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മൗവലിലാണ് ഈ 16-കാരന് നേരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. കഴുത്തിനും കൈകാലുകൾക്കും പരിക്കേറ്റ ഈ മൗവൽ സ്വദേശിയായിട്ടുള്ള റമീസ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ മൗവൽ പള്ളിക്ക് സമീപം ആണ് ഇത്തരത്തിൽ ഈ ആൾക്കൂട്ട അതിക്രമം ഉണ്ടായത്. അതായത് ഈ റമീസിന്റെ സുഹൃത്തിന്റെ കടയുടെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് റമീസ് ഇവിടെ എത്തിയതായിരുന്നു. ആ സമയത്ത് മറ്റൊരു കടയുടെ മുമ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നു. പക്ഷേ വാഹനം എടുത്തു മാറ്റാൻ പറഞ്ഞിട്ടും ഈ റമീസ് എടുത്തു മാറ്റാൻ തയ്യാറായില്ല എന്നാണ് ആരോപിക്കുന്നത്. പിന്നീട് ഒരു പറ്റം ആളുകൾ വന്ന് റമീസിനെ ആക്രമിക്കുകയായിരുന്നു. റമീസിന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 16 വയസ്സ് പ്രായമുള്ള ഈ വിദ്യാർത്ഥിയുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കേസ് അടക്കമുള്ളവ രജിസ്റ്റർ ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ബൈക്ക് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്രയും വലിയൊരു ആൾക്കൂട്ട മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് വ്യാപകമായി ഉയരുന്ന പരാതി. എന്തായാലും ബേക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ നേരിട്ടെത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിദ്യാർത്ഥിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനും ഈ കേസ് രജിസ്റ്റർ ചെയ്യാനുമുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ബേക്കൽ പോലീസും കടന്നിരിക്കുന്നത്. എന്തായാലും വളരെ ക്രൂരമായി ഒരു 16-കാരനോട് പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആദ്യം ഒരാളുമായി ഉണ്ടായ തർക്കം, പിന്നീട് അയാൾ നിരവധി ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത്തരത്തിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് എന്തായാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. കാസർഗോഡ് ബേക്കലിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. 16-കാരന് നേരെയാണ് ഒരു കൂട്ടം ആളുകൾ മർദ്ദനവുമായി എത്തിയത്. മൗൽ സ്വദേശി റമീസിനാണ് പരിക്കേറ്റത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആ കുട്ടിയെ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ, 16-കാരനെ ഒരു കൂട്ടം ആളുകൾ ഉപദ്രവിക്കുന്നതും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാണുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫാണ്.